അതൊക്കെ കണ്ടുപിടിച്ചുള്ള ആളാണ്. ഈ ന്യൂസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഭയങ്കരമായിട്ട് ആളുകൾ പറയുന്നത് കണ്ടു. കേരള പോലീസിൻ്റെ അഴിഞ്ഞാട്ടം, കേരള പോലീസിൻ്റെ തോന്നിവാസം, പോലീസിന് ഒരിക്കലും ഒരാളുടെ ദേഹത്ത് കൈവയ്ക്കാനുള്ള അവകാശമില്ല, തെറി പറയരുത്, സാറെന്ന് വിളിക്കണം, പോലീസുകാർക്ക് തല്ലാൻ ആരാണ് ലൈസൻസ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ന്യായീകരണങ്ങളും അല്ലെങ്കിൽ പോലീസിനെ വിമർശിക്കുന്ന കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം ശരിയാണ്. പോലീസിൽ നിന്നല്ല ഒരു ഭരണാധികാരിക്കും അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾക്കും പൊതുജനങ്ങളെ കയ്യേറ്റം ചെയ്യാനുള്ള അവകാശം ഈ കേരളത്തിലില്ല. പക്ഷേ അങ്ങനെ പൊതുജനത്തിനെ കയ്യേറ്റം ചെയ്യാൻ അവകാശമുള്ള ഒരേ ഒരു വ്യക്തി കേരളത്തിലുണ്ട്. ഇങ്ങേർക്കൊഴികെ കേരളത്തിൽ മറ്റാർക്കും ഒരാളെയും കയ്യേറ്റം ചെയ്യാനുള്ള അവകാശമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനിപ്പോൾ ഒരു ലാളനയുടെ തലോടലായിട്ടും ഒരു അച്ഛൻ്റെ സ്നേഹമായിട്ടും ഒരു ഏട്ടൻ്റെ കരുതലായിട്ടും ഒക്കെ തോന്നുന്ന കുറേ ആളുകൾ ഉണ്ടാവുകയായിരിക്കും. അവരുടെ തലച്ചോറിന് പകരം മറ്റെന്തോ ഒരു സാധനം സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടും അമിത രാജഭക്തി കൊണ്ടും ഒക്കെ ഉള്ളൊരു പ്രശ്നമാണ്. അതങ്ങനെ അല്ലാത്ത ആളുകൾക്ക് സുരേഷ് ഗോപിജിയുടെ ഈ ഒരു പെരുമാറ്റം നല്ല ഒന്നാം തരം ഏപ്പരാച്ചിത്തരമായിട്ട് തോന്നും. സുരേഷ് ഗോപി രാജാവാണ്, ഒന്നും പറയരുത് എന്ന അഭിപ്രായമുള്ളവരോട് അടിയൻ